സൺഡേ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ആരാണ് എവിക്റ്റ് ആയത്? നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ സിജോയാണോ എവിക്റ്റ് ആയത്? അൺഫെയർ എവിക്ഷൻ ആണോ? എന്താണ് സംഭവം? പറയാം. കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെനുവിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ അങ്ങനെ ആ വിവരം അറിഞ്ഞിരിക്കുകയാണ്. അതെ, സിജോ എവിക്റ്റഡ്. സിജോ ഔട്ടായിരിക്കുകയാണ്. ഒത്തിരി പേര് പ്രാങ്ക് ആണോ, ബർത്ത്ഡേക്ക് കൊടുത്ത സംഭവങ്ങളാണോ എന്നൊക്കെ ചോദിച്ചു. അല്ല, സിജോയുടെയൊക്കെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചിട്ട് ഒത്തിരി കഴിഞ്ഞിട്ടാണ് സിജോ എവിക്റ്റ് ആയത് എന്നാണ് അറിയാൻ പറ്റിയത്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ നമ്മൾ അറിയുന്നതൊന്നും തെറ്റാറില്ല. എപ്പോഴും ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ചിലപ്പോൾ വല്ലപ്പോഴും എന്തെങ്കിലും സാധ്യതകൾ വന്ന് തെറ്റുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ മോസ്റ്റ് പ്രോബബ്ലി നല്ലൊരു 99.99% നമ്മളിടുന്ന സാധനങ്ങളൊക്കെ കറക്റ്റാണ്. അത് അത്രയ്ക്കും അറിഞ്ഞിട്ട് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ രാവിലെ തന്നെ ഞാനും ഈ സംഭവം അറിഞ്ഞപ്പോൾ ഷോക്കായിപ്പോയി. കാരണം ഈ പറഞ്ഞ പോലെ സിജോ ഭയങ്കര വലിയ സംഭവമാണ്, സൂപ്പറാണ് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ കുറച്ചുകൂടിയൊക്കെ ഈ പറയുന്ന ഒരു ടോപ്പ് 5 സിജോ അർഹിക്കുന്നുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ടോപ്പ് 5th പൊസിഷൻ അർഹിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന അവിടെ 1-2 കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇനിയും ഒന്നും ചെയ്യാതെ ഈ കഴിഞ്ഞ 90 ദിവസം അവിടെ നിന്നുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഐ ഫീൽ ഇറ്റ്സ് റിയലി അൺഫെയർ. ഭയങ്കര അൺഫെയർ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇപ്പോൾ സിജോടുത്ത് ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. ഞാനിതിനെ റിവ്യൂ ആയിട്ടാണ് നോക്കിക്കാണുന്നത്. ഇതൊരു ഗെയിം ഷോയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സിജോ ഔട്ട് ആവാനുള്ള ആളായിരിക്കാം, പക്ഷേ ഇപ്പം ഔട്ട് ആവാനുള്ള ആളാണോ? ഒരു ടോപ്പ് 5-ലെങ്കിലും എത്താനുള്ള ഒരു ഇതില്ലേ? ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉള്ള 1-2 പേരിൽ വെച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഭയങ്കര അൺഫെയർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഈ സീസൺ മുഴുവനും അൺഫെയർ ആണല്ലോ, ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അൻസിബയുടെ എവിക്ഷൻ, രതീഷിൻ്റെ എവിക്ഷൻ, ഗബ്രിയുടെ എവിക്ഷൻ, പിന്നെ ഈ പറഞ്ഞ പോലെ സിജോയുടെ എവിക്ഷൻ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഇന്ന് രാത്രി എപ്പിസോഡ് തീർന്നിട്ട് ചിലപ്പോൾ പ്രൊമോ വരുമ്പോൾ നമുക്ക് കാണാം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. എന്തായാലും സിജോ എവിക്റ്റഡ് ആയിരിക്കുകയാണ്, കൺഫേംഡ് ആണ്. വേറെ ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.